യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം. 2 യോഹന്നാൻ അധ്യായം 1. തെരഞ്ഞെടുക്കപ്പെട്ട വനിതയ്ക്കും സഹോദരിക്കും അവളുടെ മക്കൾക്കും മൂപ്പൻ അഭിവാദ്യങ്ങൾ നേരുന്നു. നിങ്ങളെ എല്ലാവരെയും സത്യത്തിൽ ഞാൻ സ്നേഹിക്കുന്നു. സത്യമറിയാവുന്ന ഏവരും നിങ്ങളെ സ്നേഹിക്കുന്നു. നമ്മളിൽ ജീവിക്കുന്ന സത്യം കാരണമാണ് ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത്. ഈ സത്യം എക്കാലവും നമ്മോടൊപ്പം ഉണ്ടാകും. പിതാവായ ദൈവത്തിൽ നിന്നും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും കരുണയും സമാധാനവും നമ്മോടൊത്തുണ്ടായിരിക്കും. ഈ അനുഗ്രഹങ്ങൾ സത്യത്തിലൂടെയും സ്നേഹത്തിലൂടെയും നാം സ്വീകരിക്കുന്നു. നിന്റെ മക്കളിൽ ചിലർ പിതാവായ ദൈവം നമ്മോട് കൽപ്പിച്ചതുപോലെയുള്ള സത്യത്തിന്റെ പാത പിന്തുടരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ പ്രിയ വനിതേ, ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു, നമ്മളെല്ലാവരും അന്യോന്യം സ്നേഹിക്കണം. ഇതൊരു പുതിയ കൽപ്പനയല്ല, ആദ്യം മുതലേ നമുക്കുണ്ടായിരുന്ന അതേ കൽപ്പനയാണ്. സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം ജീവിക്കുക എന്നതാണ്. ദൈവകൽപ്പന ഇതാണ്: സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നിങ്ങൾ നയിക്കുക. ആദ്യം മുതൽ നിങ്ങൾ കേട്ടതാണ് ഈ കൽപ്പന. കപട അധ്യാപകർ ലോകത്തിലിപ്പോൾ വളരെയുണ്ട്. ലോകത്തിൽ ഈ കപട അധ്യാപകർ യേശുക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്നു എന്ന സത്യം സമ്മതിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സത്യം അംഗീകരിക്കാത്തവൻ കപടാധ്യാപകനും ക്രിസ്തുവിന്റെ ശത്രുവുമാണ്. ജാഗരൂകരാകുക. നിങ്ങൾ ശ്രമിച്ചതിനുള്ള പ്രതിഫലം നഷ്ടപ്പെടുത്തരുത്. പൂർണ്ണ പ്രതിഫലം സ്വീകരിക്കുന്നതിനായി ശ്രദ്ധാലുക്കളാകുക. ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ മാത്രമാണ് ഒരുവൻ തുടർച്ചയായി പിന്തുടരേണ്ടത്. ക്രിസ്തുവിന്റെ ഉപദേശം മാറ്റിമറിക്കുന്നവനിൽ ദൈവമില്ല. എന്നാൽ ക്രിസ്തുവിന്റെ ഉപദേശം പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നവന് പിതാവും പുത്രനുമുണ്ട്. ക്രിസ്തുവിന്റെ ഉപദേശം കൊണ്ടുവരാതെ ഒരുവൻ നിന്റെ അടുത്ത് വരികയാണെങ്കിൽ നിന്റെ വീട്ടിൽ അവന് സ്വാഗതം അരുളരുത്. അവനെ നീ സ്വീകരിക്കുകയും അരുത്. അവനെ സ്വീകരിക്കുമെങ്കിൽ അവന്റെ ദുഷ്പ്രവൃത്തികളെ നീ സഹായിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ ധാരാളമുണ്ട്, പക്ഷേ പേപ്പറും മഷിയും ഉപയോഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനു പകരം നിങ്ങളെയെല്ലാം സന്ദർശിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖം സംസാരിക്കാം. അത് നമ്മെ അധികം സന്തോഷമുള്ളവരാക്കും. തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളുടെ സഹോദരിയും അവരുടെ മക്കളും സ്നേഹാന്വേഷണങ്ങളെ അറിയിക്കുന്നു.